ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി ഞാൻ ഓൺ വോയിസ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു റെസിപ്പി, ഒരു സൺഡേ സ്പെഷ്യലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ വാലുടിയും അതിനൊപ്പം കഴിക്കാൻ പുട്ടുമാണ്. ഏകദേശം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഞാനിപ്പോൾ അത് വേവിക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. പാലോടി വേകാനായിട്ട് ഏകദേശം ഒരു 7-8 വിസിൽ അടിക്കണം. അത് അവിടെ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സൂപ്പ് പോലെ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുട്ടിൻ്റെ ഒപ്പം. അപ്പോൾ കുറച്ച് ഓയിലിടുക, അതിലോട്ട് കറിവേപ്പില, കുഞ്ഞിനായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്ത നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി. ഞാനൊരു ഇച്ചിരി കൂടി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് മതി. ചെറിയ ഫ്ലേവറിന് മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് എരിവിന് കുരുമുളക് പൊടി. ഇത് നമ്മുടെ പാലുകൂടി ഇവിടെ വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. പുട്ടായതുകൊണ്ട് നല്ല ചാറ് വേണം. കുറച്ച് നമ്മൾ മസാല വെച്ചേക്കണതിലോട്ട് ആദ്യം കുറച്ച് ഈ പാലുകൂടി വേവിച്ചതിൻ്റെ വെള്ളമിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിലോട്ട് ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള പാലുകൂടിയുടെ കഷ്ണങ്ങൾ അതിലോട്ടിട്ട് മിക്സ് ചെയ്യുക. ഞാൻ വീഡിയോ എടുക്കുന്നതും ഒറ്റ കൈ വെച്ച് തന്നെ ഇളക്കണത് കൊണ്ട് അതത്ര പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒറ്റക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ പോരായ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാലോടി ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഇനി നമുക്കിനി പുട്ട്, അതാണ് അതിന് കോമ്പിനേഷൻ. അപ്പോൾ ഞങ്ങൾ മിക്ക സൺഡേസും ഇതാണ് ഞങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം പോലെ ഇപ്പോൾ ഞങ്ങൾ കഴിക്കണം കേട്ടോ. ഇപ്പോൾ സൺഡേസ് ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വാലോടിയോ ഇല്ലെങ്കിൽ പശുവിൻ്റെ കൈകാലോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ. സൺഡേസ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് പുട്ടും ഉണ്ടാക്കി പെട്ടെന്ന് പണിയും കഴിയുകയും ചെയ്യും. അത് നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ ഒപ്പം വേറെ ഓപ്ഷൻ ഇല്ല, പുട്ട് തന്നെയാണ്. നിങ്ങൾക്കൊന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, എളുപ്പ പണിയാണ്. അധികം ഇൻഗ്രീഡിയൻസും മസാലകളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സമയം കൊണ്ട് പുട്ട് നമ്മുടെ കണയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. മിക്ക സൺഡേസുകളും ഞങ്ങൾ വെക്കുന്നത് തന്നെ ഈ പുട്ടിൻ്റെ ഒപ്പമുള്ള ഈ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ പുട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ എൻ്റെ പുട്ടും വാലുടിയും സൂപ്പും റെഡിയാവാൻ വേണ്ടി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് ഫീൽ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് സത്യത്തിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ പുട്ടും വാലുടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പേഴ്സണലി എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മിക്ക സൺഡേസുകൾക്കും ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വാലോടിയിൽ. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത്? ജസ്റ്റ് കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. ആദ്യമായിട്ടാണ് കാണണമെങ്കിലും ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറയണേ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ജസ്റ്റ് ഈ ഒരു ഡിഷ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. സൂപ്പറാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.